പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ നിന്ന് നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. റോ എപ്പിസോഡ് ഒക്ടോബർ 8 മുതൽ ഡിസംബർ മാസത്തിലെ ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ്, അതായത് 2024 ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് വരെ 2 മണിക്കൂർ ഷോ ആയിട്ടായിരിക്കും അവർ ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒക്ടോബർ 8 വരെയുള്ള റോ എപ്പിസോഡുകൾ, ഇനി ബാക്കിയുള്ള 1-2 റോ എപ്പിസോഡുകൾ അവർ 3 മണിക്കൂർ ഷോ ആയിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യും. അതിനുശേഷം 2 മണിക്കൂർ ഷോ ആയിട്ടായിരിക്കും USA നെറ്റ്വർക്കിന് കീഴിലുള്ള 2024 വരെയുള്ള എപ്പിസോഡുകൾ അവർ കാണിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമയത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 5:30 മുതൽ 8:30 വരെയുള്ള ഒരു 3 മണിക്കൂർ ഷോ ആണ് 2012 ശേഷം നമ്മൾ ഇന്നത്തെ റോ എപ്പിസോഡ് അടക്കം കണ്ടത്. എന്നാൽ ഇനി ഒക്ടോബർ 8 ശേഷം സ്മാക്ഡൗണും NXTയും ഒക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന 5:30 മുതൽ 7:30 വരെയുള്ള ഒരു സമയത്തായിരിക്കും 2 മണിക്കൂർ മാത്രമായിരിക്കും റോ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓൾറെഡി USA നെറ്റ്വർക്കിൽ കീഴിലുള്ള റോ എപ്പിസോഡ് 2024 ശേഷം അവസാനിക്കാൻ പോകുകയാണ്. പിന്നീട് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് സൈറ്റിലാണ് ഇപ്പോൾ അമേരിക്കയിൽ ഈ റോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ സോണി ചാനലുകളിൽ തന്നെ ആണെന്നാണ് ഇതുവരെയുള്ള ഒരു അറിയിപ്പ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാധകർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരാധകർ വളരെ സങ്കടത്തിലാണ്. കാരണം സ്റ്റാക്ക് ആയിട്ടുള്ള ഒരു റോസ്റ്റർ, എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറി ലൈൻ കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ ഒരു ഷോ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ 2 മണിക്കൂറായി വെട്ടിച്ചുരുങ്ങുമ്പോൾ കുറേയധികം താരങ്ങൾക്ക് സ്ക്രീൻ ടൈം കിട്ടില്ല. സ്ക്രീൻ ടൈം കിട്ടുകയാണെങ്കിൽ പോലും അത് മിനിറ്റുകൾ മാത്രമായിരിക്കും. പരസ്യങ്ങൾ കൂടുതലുള്ള WWE ഷോസിൽ ഇത്തരത്തിൽ കുറച്ച് സമയങ്ങൾ മാത്രം ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ റെസ്ലേഴ്സിന് കൊടുത്താൽ നല്ല സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് റെസ്ലേഴ്സിനെ ബാധിക്കും. പിന്നീട് അവരെ റിലീസ് ചെയ്യുന്ന ആ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ആരാധകർ പറയുന്നത് 3 മണിക്കൂർ ഷോ തന്നെ തുടരണം എന്നുള്ളതാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസങ്ങളിൽ WWE 2 മണിക്കൂറിലേക്ക് പോയി. പിന്നീട് നെറ്റ്ഫ്ലിക്സിലേക്കും പെർമനൻ്റായി 2 മണിക്കൂർ ഷോ ആയിട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും WWE ഇതൊരു ഔദ്യോഗിക ന്യൂസ് പോലെ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. ഈ ഔദ്യോഗിക ന്യൂസിന് താഴെ ഒട്ടനവധി ആരാധകരുടെ സങ്കടം പറച്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപ് നമ്മൾ റോ എപ്പിസോഡ് 3 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂറിലേക്ക് വെട്ടിച്ചുരുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. കാരണം അന്ന് അത്രയും മോശപ്പെട്ട സ്റ്റോറിയും റിപ്പീറ്റഡ് ആയിട്ടുള്ള മാച്ചസുമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ റെസൽമേനിയ 40 ശേഷം കൃത്യമായി സ്റ്റോറി ബിൽഡ് ചെയ്ത് കൃത്യമായി ക്യാരക്ടർ അവർ കാണിച്ച് എല്ലാ റെസ്ലേഴ്സിനും കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും റോ എപ്പിസോഡ് കാണാൻ സ്മാക്ഡൗണിനേക്കാൾ ഒരു മുൻഗണന കൊടുക്കുന്നത്. അതേ റോ എപ്പിസോഡ് തന്നെയാണ് ഒക്ടോബർ 8 മുതൽ നമുക്ക് ഇനി 2 മണിക്കൂർ ഷോ മാത്രമായിട്ട് കാണാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.